Namaskaram, my dear ones. This is Nishant Srinath here, and welcome to a new video from my classes for GST. വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ടോപ്പിക് ഇന്നത്തെ വീഡിയോ, ആൻഡ് ദാറ്റ് ഇസ് പ്ലേസ് ഓഫ് സപ്ലൈ. ഞാനിത് വളരെ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2017-18 നമുക്ക് GST നമ്മുടെ സിലബസിൽ വന്നല്ലോ. അപ്പോൾ തൊട്ട് ഇന്റർമീഡിയറ്റിന്റെയും ഫൈനലിന്റെയും GST സിലബസിൽ ഈ ഐറ്റം ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ഐറ്റം ഉണ്ട്. പക്ഷേ 2022 സിലബസ് വന്നപ്പോൾ ഇതെടുത്ത് കളഞ്ഞു ഇന്റർമീഡിയറ്റിന്റെ സിലബസിൽ നിന്ന്. ഇന്റർമീഡിയറ്റിന്റെ സിലബസിൽ it got confined to just value of supply and time of supply. Place of supply എന്ന സാധനം കളഞ്ഞു. എന്താ കാരണം എന്നറിയില്ലായിരുന്നു. പ്രോബ്ലി ബിക്കോസ് GSTനെയും ഇൻകം ടാക്സിനെയും ഡയറക്ട് ടാക്സിനെയും മെർജ് ചെയ്തപ്പോൾ കുറച്ച് ടോപ്പിക്സ് പോട്ടെ എന്നൊരിടത്ത് കളഞ്ഞതായിരിക്കാം. പക്ഷേ 2022 സിലബസിൽ കളഞ്ഞ സാധനം 2022 സിലബസിന്റെ 2024 അപ്ഡേറ്റിൽ തിരിച്ചു കൊണ്ടുവന്നു. ഒരു കാര്യം നിങ്ങൾ ശരിക്കും സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ എടുക്കുമ്പോഴേ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുമ്പോൾ, this is our paper 7B, paper 7B syllabus 2022 indirect taxation. paper 7B paper 7 അതിൽ 7B ആണ്, indirect taxation ആണ്, syllabus 2022 ഇങ്ങനെ കാണുന്നത്. അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പേജ് പോയി കഴിഞ്ഞാൽ ഓരോ എഡിഷൻസിന്റെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാർച്ച് 2024 ഒരു റിവിഷൻ നടന്നു. ഓക്കെ, മാർച്ച് 2024 ഒരു റിവിഷൻ നടന്നു. ഈ റിവിഷനിൽ ഇഫ് യു ഗോ ടു ദ കണ്ടന്റ്സിലേക്ക് പോയാൽ കാണാം, മൊഡ്യൂൾ 5 തേർഡ് ഐറ്റം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ എന്നായി. നേരത്തെ ഈ പ്ലേസ് ഉണ്ടായിരുന്നില്ല, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ എന്നായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്രാവശ്യത്തെ എക്സാമിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും ഇത്. കാരണം ഇപ്പൊ കൊണ്ടുവന്ന് കയറ്റിയത് നമ്മുടെ അമെന്റ്മെന്റ് ആയിട്ടല്ല, ഇറ്റ്സ് ആക്ച്വലി നോട്ട് ആൻ അമെന്റ്മെന്റ്, നമ്മുടെ സിലബസിന്റെ അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവന്ന് കയറ്റിയതാ. ഇപ്പൊ ജനറൽ ഈ സിലബസിൽ പുതിയൊരു സാധനം വരുമ്പോൾ മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വാട്ട് ഐ വിൽ ഡു വിത്ത് ദിസ് വീഡിയോസ്, ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള സംഗതി കോൺസെപ്റ്റ് മുഴുവൻ പറ്റുമെങ്കിൽ മുഴുവൻ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് 2 പാർട്സോ 3 പാർട്സോ ആയിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ടൈം ഒന്നും ഡിലേ ചെയ്യുന്നില്ല. ലെറ്റ്സ് ക്വിക്ക്ലി ഹെഡ് ഓൺ ടു അവർ മെറ്റീരിയൽ. യെസ്, പ്ലേസ് ഓഫ് സപ്ലൈ. ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം GST എന്ന് പറയുമ്പോൾ GSTയിലെ ടാക്സ് 2 രീതിയിൽ വരാം. വാട്ട് ആർ ദ 2 ways that it can come? CGST, SGST എന്നും പറഞ്ഞു വരാം, അല്ലെങ്കിൽ IGST എന്നും പറഞ്ഞു വരാം. ഇനി SGSTക്ക് വരെ UTGST ആവാട്ടോ. അപ്പൊ എന്താ ഡിസൈഡ് ചെയ്യുന്നത്? CGST, SGST ആണോ ഒരു ട്രാൻസാക്ഷനിൽ വരേണ്ട, IGST ആണെന്നുള്ളത്? വെദർ ഇറ്റ്സ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് IGST വരും, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് CGST, SGST വരും. Now, how do you find out whether it's an interstate supply or an intrastate supply? But this is the supplier. Okay, this is the supplier. This is the recipient. Supplier കേരളയിൽ, recipient തമിഴ്നാട്ടിൽ. അപ്പൊ ഇത് ഇന്റർ ആണോ തീരുമാനിക്കുന്നത് എങ്ങനെയാ? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഇസ് കേരള, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഇസ് തമിഴ്നാട്. ഇത് രണ്ടും നോക്കിയിട്ടാണോ? അല്ല. You take location of supplier and instead of location of recipient you take place of supply. Place of supply. Place of supply കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇത് ഇന്റർസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇനി ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒന്നിൽ കൂടുതൽ 2 സ്റ്റേറ്റോ 2ൽ കൂടുതൽ സ്റ്റേറ്റുകളോ ആണെങ്കിൽ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. ഞാൻ 2ൽ കൂടുതൽ എന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ ക്ലയന്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്തു. ക്ലയന്റ് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, പല സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈയുടെ റെലവൻസ്. സോ ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത്, ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇസ് ഓൺ ദി സ്റ്റഡി ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ. നൗ പ്ലേസ് ഓഫ് സപ്ലൈയെ കുറിച്ച് പറയുന്നത് IGST ആക്ട്. നമ്മുടെ ടൈം ഓഫ് സപ്ലൈയും വാല്യൂ ഓഫ് സപ്ലൈയും CGST ആക്ട് ആയിരുന്നെങ്കിൽ, പ്ലേസ് ഓഫ് സപ്ലൈയെ കുറിച്ച് പറയുന്നത് IGST ആക്ടിന്റെ സെക്ഷൻസ് ആണ്. സെക്ഷൻസ് 10, 11, 12, 13 and 14 ടു ബി പ്രിസൈസ്. ഈ സെക്ഷൻസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതിൽ എല്ലാ സെക്ഷൻസും നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 10 പഠിക്കണം, 11 വളരെ സിമ്പിളാണ്, 11 പഠിക്കാം, 12 and 13, ഈ 12 and 13 ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 10ഉം 11ഉം ഗുഡ്സിന് വേണ്ടിയും 12ഉം 13ഉം സർവീസസിന് വേണ്ടി, 14 സർവീസ് ആണ്, പക്ഷെ OIDAR സർവീസസ് ഇല്ലേ, OIDAR സർവീസസിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോയില് 10ഉം 11ഉം പറഞ്ഞുതരാം.
അടുത്ത വീഡിയോയിൽ 12ഉം 13ഉം പറഞ്ഞുതരാം. 12ന്റെ 13നെയും കൂടി 14നും കൂടെ കപ്പിൾ ചെയ്യാം. ഇത് ഒരുമിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഐ എം സ്ട്രേറ്റ് അവേ ഹെഡിങ് ടു സെക്ഷൻസ് 10 and 11. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ. ഈ പ്ലേസ് സപ്ലൈ നമ്മൾ ഗുഡ്സിന് സർവീസിനായിട്ട് പഠിക്കും. ഗുഡ്സിന് വരുമ്പോൾ സെക്ഷൻസ് 10 and 11, സർവീസസിന് 12 and 13 ആൻഡ് സ്പെഷ്യൽ സെക്ഷനും കൂടിയാണ്. സോറി, സ്പെഷ്യൽ സെക്ഷൻ. സത്യം പറഞ്ഞ പ്ലേസ് സപ്ലൈന്റെ എന്ന് പറയാൻ പറ്റില്ല. ഐ ജസ്റ്റ് അതിന് പ്ലേസ് സപ്ലൈ ഓയിഡാറിന്റെ സ്പെഷ്യൽ സെക്ഷൻ 14 ഫോർ ഓയിഡാർ സർവീസസ്. അങ്ങനെ എടുക്കട്ടെ, ഓയിഡാർ സർവീസസ് അങ്ങനെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗുഡ്സിന്റെ സെക്ഷൻ 10 and 11 നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് പോട്ടെ, സെക്ഷൻ 10ലേക്ക് വാ. സെക്ഷൻ 10 സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഉണ്ട്, സബ്സെക്ഷൻ 2 ഉണ്ട്. അതിൽ 2 ഒന്നുമില്ല, പേരിന് വെറുതെ പേരിനിട്ടേക്കുന്ന സെക്ഷനാണ്. 10.1 is very very important, very very important. ഇപ്പൊ 10.1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സെക്ഷൻ 10.1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. അയ്യോ, ഇവിടെ കറന്റ് പോയി. ലെറ്റ് മീ ജസ്റ്റ് സോർട്ട് ഇറ്റ് ഔട്ട്. അപ്പൊ യെസ്, സോർട്ടഡ്. സെക്ഷൻ 10.1 പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിനേഷൻ ഫോർ ഗുഡ്സ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 10ഉം 11ഉം ഗുഡ്സിനാണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 10 വരുന്നത് ഇസ് കേസ് വേറൻ നമ്മുടെ സപ്ലയറും നമ്മുടെ റെസിപ്പിയന്റ് ഇന്ത്യയെ തന്നെ. അത് ഇന്ത്യ വിട്ടുള്ള കളിയില്ല, അവിടെയാണ് സെക്ഷൻ 10 വരുന്നത്. 11 വരുന്നത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ റെസിപ്പിയന്റ് പുറത്ത് അല്ലെങ്കിൽ സപ്ലയർ പുറത്ത്. അതാണ് സെക്ഷൻ 10 11 എന്നുള്ള വ്യത്യാസം. ഇപ്പൊ 10ലെ 10.1ന്റെ അകത്താണ് നമ്മൾ 10.1ന്റെ അകത്ത് മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് പഠിക്കാം. 10.1A, 10.1B, 10.1C, പുതുപുത്തൻ 10.1CA, 10.1D ആൻഡ് 10.1E. ഈ 1 2 3 4 6 ഐറ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാൻ ഉള്ളത്. സോ വാട്ട് ഡസ് സെക്ഷൻ 10.1A tell us? സെക്ഷൻ 10.1A tells us when the supply involves movement of goods. സപ്ലയർ ഉണ്ട്, റെസിപ്പിയന്റ് ഉണ്ട്, സാധനം മേടിച്ചു. അപ്പൊ സപ്ലയർ ഈ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സോ കേരളയിലാണ് സപ്ലയർ, റെസിപ്പിയന്റ് തമിഴ്നാടിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു, ഗുഡ്സ് സപ്ലയർ സ്ഥലത്ത് നിന്ന് റെസിപ്പിയന്റിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ തീരുമാനിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ? സിമ്പിൾ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് വേർ ദി മൂവ്മെന്റ് ടെർമിനേറ്റ്സ് ഫോർ ഡെലിവറി ടു ദ റെസിപ്പിയന്റ്. എവിടെയാണോ ഗുഡ്സ് ഇവിടെ നിന്ന്, ഇപ്പൊ കേരളത്തിൽ നിന്ന് മൂവ് ചെയ്ത് എവിടെ ചെന്നാണ് ആ മൂവ്മെന്റ് അവസാനിക്കുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്, ആ സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ഞാൻ സാധനം ഡെലിവറി ചെയ്ത് തമിഴ്നാട്ടിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ തമിഴ്നാടാണ് എന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ഞാൻ സപ്ലയർ, ലൊക്കേഷൻ ഓഫ് സപ്ലയർ കേരള, പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാട്. 2 സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ്. ഏത് ടാക്സ് വരും? IGST വരും. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ബുക്കിൽ എന്താ പറയണേ നോക്കാം. ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വേർ ദ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വെദർ ബൈ ദ സപ്ലയർ. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ വരുന്നത്. വെദർ ബൈ ദ സപ്ലയർ. ഒന്നില്ലെങ്കിൽ സപ്ലയർ മൂവ് ചെയ്യാം. എന്റെ അടുത്ത് ഓർഡർ ചെയ്തു, ഞാൻ സാധനം മേടിക്കണം എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വാങ്ങണം ഒരാൾ എൻ്റെ അടുത്ത് തോന്നുന്നു, എന്റെ ക്ലയന്റോട് അല്ലെങ്കിൽ കസ്റ്റമറോട് ഞാൻ സാധനം അയച്ചുതരാം, ഞാനാണ് മൂവ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് റെസിപ്പിയന്റിന്റെ ആവാം. റെസിപ്പിയന്റ് ഒന്ന് സാധനം മൂവ് ചെയ്യണതാവും. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് റെസിപ്പിയന്റ് മൂവ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റെ സൈഡിൽ നിന്ന് ആക്ഷൻ വരുന്നത് ഗുഡ്സ് മൂവ് ചെയ്യാൻ. എന്റെ സൈഡിൽ നിന്നല്ല, സപ്ലയറിന്റെ അല്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് വേറെ ഏതെങ്കിലും പേഴ്സൺ ഗുഡ്സ് മൂവ് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും പേഴ്സൺ. അപ്പൊ ഒന്ന് മൈൻഡിൽ വെക്കണേ, വേറെ ഏതെങ്കിലും പേഴ്സൺ എന്നുള്ളത്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. whenever there is movement can be by way of സപ്ലയറിന് മൂവ് ചെയ്യാം, റെസിപ്പിയന്റിന് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനി പേഴ്സൺ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ എന്താ പറയുന്നേ? ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ഷാൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദ ഗുഡ്സ് at the time at which movement of goods terminate for delivery will be the place where goods delivery അവസാനിക്കുമ്പോൾ, the movement of goods അവസാനിക്കുമ്പോൾ എവിടെയാണോ ആ സ്ഥലം, അതായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇവിടെ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. സപ്ലയർ ഇൻ കൊൽക്കത്ത സപ്ലൈസ് ഗുഡ്സ് ടു റെസിപ്പിയന്റ് ഇൻ ഡൽഹി. കൊൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഗുഡ്സ് അയച്ചു. ഡൽഹിയിലേക്കാണ് ഗുഡ്സ് അയച്ചത്. ഡൽഹിയിൽ ടെർമിനേഷൻ ആയി, സോറി മൂവ്മെന്റിന്റെ ടെർമിനേഷൻ ആയി. പ്ലേസ് ഓഫ് പ്ലേ ഏതാ? ഡൽഹി. സിമ്പിൾ, റൈറ്റ്? Let's go back to our chart. ഇനി ബിയിൽ വരുന്ന എന്താ? ബിൽഡ് ടു ഷിപ്പ് മോഡൽ. ദിസ് ഇസ് ആക്ച്വലി എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് സിനാരിയോ. ഇതെന്താണെന്നറിയോ? ഞാൻ എഴുതി കാണിച്ചുതരാം. Yes. So this is a case where, see, this is me and I'm in Kerala. Okay. And a customer, say, that person is in Tamil Nadu. But എൻ്റെ അടുത്ത് പറഞ്ഞു, this customer wants, say, എൻ്റെ product I am dealing in, say, pens. ഒരു 100 പേന വേണമെന്ന് പറഞ്ഞു. ഓക്കെ, 100 പേന എന്ന് പറഞ്ഞു. അപ്പോൾ I said I'll supply to you. ഞാൻ പറഞ്ഞു കേരളയിൽ നിന്ന് ഞാൻ 100 പേന അയച്ചുതരാം. സോ മൈ സപ്ലയർ, എൻ്റെ സപ്ലയർ ഉണ്ട്,
സപ്ലയർ ഇസ് അറ്റ് സേ തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ് എൻ്റെ സപ്ലയർ. അപ്പൊ ഞാൻ എൻ്റെ സപ്ലയറിന് ഡു വൺ തിങ്, ബിൽ മീ 100 pence, എനിക്ക് ബില്ല് ചെയ്യൂ 100 pence. ആൻഡ് എനിക്ക് വേണ്ടി യു ഡു വൺ തിങ്, യു ഡെലിവർ ഇറ്റ് ടു നോട്ട് മീ, എനിക്കല്ല ഡെലിവർ ചെയ്യണ്ടേ, ഡെലിവർ ഇറ്റ് ടു മൈ കസ്റ്റമർ ഇൻ തമിഴ്നാടു, ഷിപ്പ് ടു മൈ കസ്റ്റമർ ഇൻ തമിഴ്നാടു. ഇതാണ് ബിൽ ടു ഷിപ്പ് മോഡൽ. കേരളത്തിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്യുന്നു, പക്ഷെ ഷിപ്പ് ചെയ്യേണ്ട ആർക്കാ? തമിഴ്നാട്ടിലേക്ക്. സത്യം പറഞ്ഞ ഇവിടുത്തെ സപ്ലയർ ആരാ? സപ്ലയർ ഇയാളല്ലേ, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ആളല്ലേ സപ്ലയർ. അവിടെ നിന്നല്ലേ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, അവിടെ നിന്നല്ലേ ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. റെസിപ്പിയന്റ് ആരാ? തമിഴ്നാട്ടിലുള്ള എൻ്റെ കസ്റ്റമർ. അപ്പൊ ഞാൻ ആരാ? ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു തേർഡ് പാർട്ടി അല്ലേ? യെസ്. ബിൽ ടു ഷിപ്പ് സംഭവിച്ച എന്താ? ഇതിവിടെ കളർ ഫോർ ദ പെൻ. ഞാൻ ഈ പെർട്ടിക്കുലർ സപ്ലൈ എന്നിലേക്ക് ബില്ല് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഷിപ്പ് ചെയ്യാൻ ഇപ്പുറത്തേക്ക് വിട്ടു ഷിപ്പ് ചെയ്യാനായിട്ട്. കറക്റ്റ്. ഈ ഒരു സപ്ലൈയുടെ റെസിപ്പിയന്റ് ആരാ? പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? അപ്പൊ ഈ ആന്ധ്രാപ്രദേശിൽ 100 പേന അയക്കുമ്പോൾ എവിടെയാ പേന എന്ന് അവസാനിക്കുന്നത്? തമിഴ്നാട്ടിലാണ്. ഇതാണപ്പോ ഡെലിവറിയുടെ ടെർമിനേഷൻ. ഡെലിവറി ടെർമിനേറ്റ് ചെയ്യുന്ന ഇവിടെയാ അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് പ്രകാരം അപ്പൊ തമിഴ്നാടാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ അല്ല. ബിൽ ടു ഷിപ്പ് മോഡലിൽ ലൊക്കേഷൻ ഓഫ് ദ തേർഡ് പാർട്ടിയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ആന്ധ്രാപ്രദേശിന് പേന അയച്ചതിന് ലൊക്കേഷൻ ഓഫ് ദ തേർഡ് പാർട്ടിയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഇത് ഒരു പോയിന്റ് ഓഫ് നമ്മുടെ ട്രാൻസാക്ഷൻ ആണെന്ന് പറയാം, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്. ഓക്കെ. ഇനി വേറൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. അതെന്താ? ഇയാളിനി ഇങ്ങോട്ടേക്ക് ഒരു ബില്ല് കൊടുക്കൂലേ? ഇയാളിനി ഇങ്ങോട്ടേക്ക് ഒരു ബില്ല് റേസ് ചെയ്യില്ലേ? കേരള കിടക്കണം, ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ കസ്റ്റമർ ബില്ല് റേസ് ചെയ്യില്ലേ? യെസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാനിവിടെ നോർമൽ സപ്ലൈ നടക്കുന്നത്. നോർമൽ സപ്ലൈ നടക്കുമ്പോൾ ബിൽ ടു ഷിപ്പ് മോഡൽ അല്ല, ഞാൻ തന്നെ ബില്ല് ചെയ്യുന്നു, ഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ, ഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ. ഇങ്ങനെ വരുമ്പോൾ എന്താ നമ്മൾ നോക്കണ്ടേ? ഗുഡ്സിന്റെ മൂവ്മെന്റ് നോക്കണം. നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചത് എന്താ? The supply involves movement of goods whether by supplier, recipient or any other person. ഇവിടെ മൂവ്മെന്റ് ആരാ നടത്തണേ? എന്റെ സപ്ലയർ നടത്തുന്നത്. ഇവിടെ നിന്നാണ് മൂവ്മെന്റ് നടത്തണേ. എനി അതർ പേഴ്സൺ. കുഴപ്പമില്ല, ഞാനല്ല മൂവ്മെന്റ് നടത്തണേ, എന്റെ കസ്റ്റമർ അല്ല മൂവ്മെന്റ് നടത്തണേ, വേറൊരാളാ മൂവ്മെന്റ് നടത്തണേ. കുഴപ്പമില്ല, മൂവ്മെന്റ് ആരാണ് നടത്തിക്കോട്ടെ. ബില്ല് ചെയ്യുന്ന ഷിപ്പ് ചെയ്യുന്ന ഒരാളിലേക്ക് തന്നെ അല്ലേ? അപ്പോ ഡെലിവറി ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. സെക്കൻഡ് ഫേസിന് നമുക്ക് പിങ്കിൽ കാണിക്കാം. സെക്കൻഡ് ഫേസിന് നടക്കുന്ന ട്രാൻസാക്ഷന് പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി തമിഴ്നാടു. ഇപ്പൊ ബില്ല് ഒരാൾക്ക്, ഷിപ്പ് വേറൊരാൾക്ക്. അതായത് ഞാൻ ഈ ബ്ലൂവിൽ വരച്ച സാധനം, ബില്ല് ഒരാൾക്ക്, ഷിപ്പ് ചെയ്യുന്നത് വേറൊരാൾക്ക്. അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനിൽ എപ്പോഴും സെക്ഷൻ 10(1)(b) വരും. അങ്ങനെ വരുമ്പോൾ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദ തേർഡ് പാർട്ടി. പക്ഷെ ഈ കണ്ടെന്താ ഞാൻ പിങ്കിൽ ഹൈലൈറ്റ് ചെയ്തത് എന്താ? ദാറ്റ് ഇസ് നോർമൽ 10(1)(a). ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും ഒരാൾക്ക്. ബില്ല് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കസ്റ്റമർ, ഷിപ്പ് ചെയ്യുന്നതും തമിഴ്നാട്ടിലെ കസ്റ്റമർ. അങ്ങനെ വരുമ്പോൾ 10(1)(a) ആണ് വരിക. അപ്പൊ ഡെലിവറി എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. സോ തമിഴ്നാട് ഇസ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓൾവേസ് റിമെമ്പർ, വെൻ ബിൽ ഇസ് ടു വൺ പേഴ്സൺ ആൻഡ് ഷിപ്പ് ഇസ് ടു അനദർ പേഴ്സൺ, ഈ നടുക്കുന്ന മൂന്നാം കക്ഷി, അതായത് ഈ തേർഡ് പാർട്ടി, ടു ഹൂവർ യു ആർ ബില്ലിംഗ് ഇറ്റ്, ദാറ്റ്സ് ദി പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ പറയുന്നു, goods are delivered by the supplier to a recipient or any other person on the direction of a third person. കണ്ടോ? റെസിപ്പിയന്റിനെ അയക്കുന്നു, നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്ക് അയക്കുന്നു. ആര്? നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള സപ്ലയർ. ഈ തേർഡ് പേഴ്സൺ ഒരു ഏജന്റിനെ പോലെ, ഇടനിലക്കാരനെ പോലെ ഇവിടെ നിൽക്കുക. ഓക്കെ. ആൻഡ് ഈ കൊടുക്കാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ എൻ്റെ അടുത്തേക്ക് ഗുഡ്സ്, ഞാൻ ആന്ധ്രയിൽ നിന്ന് ഗുഡ്സ് വിടുന്നതിന് മുമ്പേ പറയാ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്ന്, അല്ലെങ്കിൽ വിട്ടു തുടങ്ങിയപ്പോഴേ പറയാ തമിഴ്നാട്ടിലേക്ക്, വിട്ടു തുടങ്ങിയിട്ടാണ് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലേക്ക് ഗുഡ്സ് എത്തിക്കുന്നത്. കുഴപ്പമില്ല. സോ ഇറ്റ് ക്യാൻ ബി ബിഫോർ the goods movement or during the movement of goods. അപ്പൊ ഞാൻ ആന്ധ്രാപ്രദേശിലുള്ള കേരളയിലേക്ക് വിട്ട പറയടോ, എന്റെയിലേക്ക് വിടണ്ട, തമിഴ്നാട്ടിലേക്ക് വിട്ടോന്ന് പറയാ. എനിക്ക് വിടണ്ട, തമിഴ്നാട്ടിലേക്ക് വിട്ടോന്ന് പറയാം. അങ്ങനെ ആയാലും ഇറ്റ്സ് ബിൽ ടു ഷിപ്പ് മോഡൽ. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മൾ വെറുതെ വാക്കാലെ പറഞ്ഞാൽ പോരാ, ഡോക്യുമെന്റൽ ട്രാൻസ്ഫർ നടത്തണം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ the place of supply of such goods shall be the principal place of business of the third person. കേരളയിൽ ഇരിക്കണ എന്റെ, കേരളയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലുള്ള എന്റെ സപ്ലയറോട് ഞാൻ പറഞ്ഞു, എടോ സാധനം തമിഴ്നാട്ടിലുള്ള എന്റെ കസ്റ്റമറിന് അയക്കുക. ഞാനൊരു ഇടനിലക്കാരനെ പോലെ ഇരിക്കുക. താൻ എനിക്ക് ബില്ല് തന്നോ, ഞാൻ അയാൾക്ക് ബാക്കി കാര്യം ഞാൻ നോക്കണം. താൻ എനിക്ക് ബില്ല്, സാധനം അങ്ങോട്ടേക്ക് അയക്കി. എനിക്ക് ബില്ല് തന്നില്ലേ? ബില്ല് ഞാനല്ല മേടിച്ചേ, ഞാനല്ല തേർഡ് പേഴ്സൺ. ബില്ല് എനിക്ക് ഷിപ്പ് അങ്ങോട്ട്. ഏതാ പ്ലേസ് സപ്ലൈ? ബില്ല് കിട്ടിയ ഞാൻ. ഇവിടെ എന്താ എക്സാമ്പിൾ നിൽക്കണേ?
ബർമൻ ഓഫ് വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിലെ ബർമൻ സപ്ലൈ ചെയ്തു രാമൻ ഓഫ് തമിഴ്നാടുവിന്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സാധനം അയച്ചു. വെൻ ഗുഡ്സ് സ്റ്റാർട്ടഡ് മൂവിംഗ്, രാമൻ ഇൻസ്ട്രക്ട്സ് ദ സപ്ലയർ, ദാറ്റ് ഇസ് മിസ്റ്റർ ബർമൻ, ടു ഡെലിവർ ഗുഡ്സ് ടു ചമൻ ഓഫ് കേരള. ഓ, തമിഴ്നാട്ടിലിരിക്കുന്ന രാമൻ പറഞ്ഞു എനിക്ക് വേണ്ട, കേരളയിലിരിക്കുന്ന ചമന് കൊടുക്കാൻ. ആരാണ് മലയാളിക്ക് ചമന് പേരിട്ടത്? അപ്പൊ ചമൻ ഓഫ് കേരളയിലേക്ക് സാധനം വിട്ടു. അപ്പൊ തമിഴ്നാട്ടിലെ ഒരാളേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് സാധനം വന്നു, തമിഴ്നാട്ടിലേക്കാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ തമിഴ്നാട്ടിലല്ല, രാമൻ പറഞ്ഞു എനിക്ക് വേണ്ട, കേരളത്തിലേക്ക് വിട്ടോളാൻ. പ്ലേസ് സപ്ലൈ ആയിരിക്കും, എനിക്ക് വേണ്ട, പക്ഷെ പ്ലേസ് സപ്ലൈ ഞാൻ തന്നെ ആയിരിക്കും. രാമന്റെ തമിഴ്നാട് തന്നെ ആയിരിക്കും പ്ലേസ് സപ്ലൈ. മനസ്സിലായില്ലേ? സിമ്പിൾ, റൈറ്റ്? ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് വൺ 10-1-7 ബിൽഡ് ടു ഷിപ്പ് മോഡലിലെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് തേർഡ് പാർട്ടി, PPOB എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഓക്കെ. സെക്ഷൻ 10-1C, സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? സപ്ലൈ നടക്കുമ്പോൾ ഗുഡ്സ് എവിടെ ഇരിക്കണേ? അത് തന്നെ. സപ്ലൈ നടക്കുമ്പോൾ ഗുഡ്സ് എവിടെ ഇരിക്കണേ? അത് തന്നെ. ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ നമ്മുടെ ബുക്കിലുണ്ട്, നല്ലൊരു എക്സാമ്പിൾ. രാകേഷ് took a building on rent from Raja. He installed a centralized AC in the building. After 3 years, Ramesh vacated the building but agreed with Raja to leave behind the AC without dismantling it. രമേശ് രാജയുടെ ഇന്ന് കെട്ടിടം വാടകയ്ക്ക് എടുത്ത് രമേശ് എന്ത് ചെയ്തു? ആ കെട്ടിടത്തിൽ 4-5 AC ഇൻസ്റ്റാൾ ചെയ്തു. ഇനി 3 വർഷം കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിൽ പോവുക. ഇപ്പൊ രമേശ് പറഞ്ഞു ഞാൻ AC ഒന്നും കൊണ്ടുപോകുന്ന, രാജ നിങ്ങൾ എടുത്തോന്ന്. സത്യം പറഞ്ഞത് രമേശ് രാജയ്ക്ക് AC സപ്ലൈ ചെയ്തില്ലേ? സോ ദ സപ്ലൈ ഓഫ് AC ബൈ രമേശ് ടു രാജ, രമേശ് രാജയ്ക്ക് കൊടുത്തു അല്ലേ? പക്ഷെ ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടായി. രമേശ് രാജയുടെ ഓഫീസിൽ കൊണ്ടേ കൊടുക്കുകയോ രാജ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കുകയോ ചെയ്തോ? ഇല്ലല്ലോ. ആ AC കെട്ടിടത്തിലല്ലേ വെച്ചേ. അപ്പൊ ACയെ സംബന്ധിച്ച് സപ്ലൈ എവിടെയാ നടന്നേ? AC എവിടെ ഇരിക്കണം? അവിടെ. കാരണം ഗുഡ്സ് മൂവ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ട് പോയി. അങ്ങനെ വരുമ്പോൾ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് വേർ ദി AC ഇസ് ഫിക്സ്ഡ്. ഇപ്പൊ എവിടെ? ആ കെട്ടിടത്തിൽ. ആ കെട്ടിടം എവിടെയാണ്? അവിടെ. സോ അങ്ങനെ വരുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. റെസിപ്പിയന്റിന് കൊടുക്കുമ്പോൾ ഗുഡ്സ് എവിടെ? ഞാൻ പറയാം, ഞാൻ കൊണ്ടുവന്ന് തരാൻ മോളെ ഇവിടെ ഇരിക്കണം, എടുത്തോണ്ട് പോയിക്കോ. ഇവിടെ ഇരിക്കണം, എടുത്തോണ്ട് പോയിക്കോ, ഇവിടെ ഇരിക്കണം, യു ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ക്ലിയർ? മനസ്സിലായോ? സോ ദാറ്റ് ഇസ് 10-1C. ഇനി വരുന്നതാണ് 10-1CA. വെരി ഇമ്പോർട്ടന്റ്. ഇത് 1/10/2023, അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാ. അപ്പൊ ഫസ്റ്റ് എക്സാം ഇതോടെ വരണത് ഇത് തന്നെയാ. ഓക്കെ. അപ്പൊ ഇതിന് മുമ്പ് GST പഠിച്ചിരുന്നവർക്ക് ഇത് പഠിക്കാനുണ്ടായിട്ടില്ല, പ്ലേസ് സപ്ലൈ ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓവർ ദ കൗണ്ടർ ഇൻ വൺ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു അനദർ സ്റ്റേറ്റ് ബൈ ദി അൺരജിസ്റ്റേർഡ് ബയ്യർ. ഈ ഓവർ ദ കൗണ്ടർ മേടിക്കാന്ന് പറയുന്നത് അറിയോ? നമുക്ക് കൗണ്ടറിൽ ചെന്ന് കൗണ്ടർ സെയിൽ മേടിക്കാന്ന് പറയും. നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് കൗണ്ടറിൽ ചെന്ന് സാധനം മേടിക്കാം. അപ്പൊ ഞാൻ ഓവർ ദ കൗണ്ടർ സാധനം മേടിച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. സോ കേരളയിലൊരു ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ഇതും കൊണ്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി, കർണാടകയിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഇപ്പൊ ഞാൻ ഗുഡ്സിന്റെ മൂവ്മെന്റ് എഫക്ട് ചെയ്യുകയാണോ? അങ്ങനെയാണോ എന്നെ കാണണ്ടേ? സിമ്പിൾ കേസാ, പറഞ്ഞുതരാം. ഞാൻ കേരളയിൽ ചെന്ന് ഈ സാധനം മേടിക്കുമ്പോൾ എന്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്റെ അഡ്രസ്സ് പറയാണ്, അഡ്രസ് XYZ ലിമിറ്റഡ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ദി അഡ്രസ് ഓഫ് ദ പേഴ്സൺ റെക്കോർഡഡ് ഇൻ ദി ഇൻവോയ്സ്. ഞാൻ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ആ സപ്ലയർ കേരളത്തിലുള്ള കട എനിക്ക് ഓവർ ദ കൗണ്ടർ സെയിൽ ചെയ്യുമ്പോൾ ഇൻവോയ്സിലും അതിൽ എന്റെ അഡ്രസ് ബാംഗ്ലൂർ എന്ന് കാണിക്കുക, കർണാടക എന്ന് കാണിക്കുക. ചുമ്മാ സ്റ്റേറ്റ് കാണിച്ചാൽ മതി കേട്ടോ, ജസ്റ്റ് സ്റ്റേറ്റ് കാണിച്ചാൽ മതി. ഷോയിങ് സ്റ്റേറ്റ് ഇസ് ഇനഫ്. അങ്ങനെ സ്റ്റേറ്റ് കാണിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് ആണ് എന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ കേരള ടു കർണാടകയായി, IGST ആയി. മനസ്സിലായോ? ഞാൻ കാണിക്കുന്ന അഡ്രസ്സാണ് പ്രധാനം. ഇനി അഡ്രസ്സ് കാണിച്ചില്ലേ പ്ലേസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചു നോക്ക്. ഞാൻ കടയിൽ ചെന്നു, ആ കൗണ്ടറിൽ നിന്ന് സാധനം മേടിച്ചു, അവിടെ തീർന്നു സപ്ലൈ അല്ലേ? അവിടെ തീർന്നു. അപ്പൊ ആ കടയല്ലേ പ്ലേസ് ഓഫ് സപ്ലൈ. ആ കടയിൽ വെച്ചിട്ടില്ല സാധനം കൗണ്ടറിൽ എനിക്ക് വെച്ചുതരാണ്, ആ കൗണ്ടറിൽ ഞാൻ കൊണ്ടുപോകണം. കൗണ്ടറാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? നമുക്കിവിടെ എക്സാമ്പിളിലേക്ക് ഒന്ന് പോകാം. എക്സാമ്പിൾ അല്ല, സ്റ്റഡി മെറ്റീരിയലിലേക്ക്. The place of supply shall be the location as per the address of the said person recorded in the invoice issued in respect of the said supply, and it will be location of the supplier when address of the person is not recorded in invoice. Okay? ഇവിടെ പറയുന്നുണ്ട് റെക്കോർഡിംഗ് ഓഫ് ദി നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ഇനഫ്. സ്റ്റേറ്റിന്റെ പേര് റെക്കോർഡ് ചെയ്താൽ മതി, കൂടുതൽ ഒന്നും വേണ്ട. ഇനി നമ്മൾ പോകുന്നത് 10-1Dയിലേക്കാണ്. വെരി സിമ്പിൾ. ഇൻസ്റ്റലേഷൻ, അസംബ്ലി. ഞാൻ എൻ്റെ കസ്റ്റമറോട് പറയാം, സപ്ലയറോട് പറയാം, എനിക്ക് ഇന്ന സാധനം വേണം, ഇന്ന മെഷീൻ വേണം, അത് നിങ്ങൾ വന്ന് എൻ്റെ സൈറ്റിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തുക. നിങ്ങൾ വന്ന് എൻ്റെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ എനിക്ക് വലിയൊരു മെഷീൻ, വലിയൊരു കമ്പ്യൂട്ടർ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തുക. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? എൻ്റെ സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ കർണാടക കിടക്കുന്ന വലിയൊരു സോഫ്റ്റ്വെയർ ടീമിലെ വലിയൊരു മെഷീൻ ടീമിൽ പറയാം, നിങ്ങൾ എൻ്റെ ഓഫീസിൽ, എറണാകുളത്തിൽ എൻ്റെ ഓഫീസിൽ വന്നിട്ട് വലിയൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തുക. അപ്പോൾ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? എൻ്റെ കേരളത്തിലുള്ള ഓഫീസ്, എൻ്റെ എറണാകുളത്തുള്ള ഓഫീസ് അല്ലേ? അത്രേ ഉള്ളൂ. വേറെ ദി അസംബ്ലി ഇസ് ഡൺ, വേറെ ദി ഇൻസ്റ്റലേഷൻ ഇസ് ഡൺ.
പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് എ പ്ലേസ് ഓഫ് ഇൻസ്റ്റലേഷൻ ഓർ അസംബ്ലി. അത്രേ ഉള്ളൂ. ഇത് നോക്കിയേ, വേർ ദ ഗുഡ്സ് ആർ അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് അറ്റ് സൈറ്റ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇൻസ്റ്റലേഷൻ നടക്കുന്നത്? അതെ, നോക്കി, എക്സ് ലിമിറ്റഡ് ഓഫ് കർണാടക പർച്ചേസ്ഡ് ലിഫ്റ്റ് മേടിച്ചു ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ചെന്നൈ ഫ്രം എ വെണ്ടർ ഇൻ കർണാടക. ഞാൻ കർണാടകക്കാരനാണ്. ഞാൻ കസ്റ്റമറാണ്. കർണാടകയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളോട് തന്നെ പറഞ്ഞു എനിക്ക് ലിഫ്റ്റ് വേണം. പക്ഷെ എനിക്ക് എൻ്റെ ഈ കർണാടക ഓഫീസിലല്ല, നീ അതുകൊണ്ടായിട്ട് എൻ്റെ ചെന്നൈയിലുള്ള കെട്ടിടത്തിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ചെന്നൈയിൽ അപ്പം ബില്ല് ചെയ്യണത് എനിക്കായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കർണാടകയിലുള്ള ഞാനായിരിക്കും ആള്, ഐ ആം ദി കസ്റ്റമർ. പക്ഷേ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? ഇവിടെ അല്ല, ചെന്നൈ. In this case, the place of supply would be considered as Chennai as the lift is installed in Chennai. മനസ്സിലായോ? ക്ലിയർ? ഇനി ലാസ്റ്റ് വൺ, വെരി സിമ്പിൾ ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെയാണ്. സപ്ലൈഡ് ഓൺ ബോർഡ്. നിങ്ങൾ യാത്ര ചെയ്യുന്നു, ഫ്ലൈറ്റോ ട്രെയിനോ വാട്ടർ ഇട്ട് ബസ്സിൽ പൊതുവെ സംഭവിക്കാറില്ല, ഫ്ലൈറ്റിലും ട്രെയിനിലും സംഭവിക്കാറില്ല. നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാം. ഇപ്പോൾ ഫ്ലൈറ്റിൽ എന്തെങ്കിലും വാച്ച്, പേന, പെട്ടി, ഇഷ്ടം പോലെ സാധനം, ബാഗ്, ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ നിങ്ങൾ സാധനം മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ യു ആർ ഗോയിങ് ഫ്രം കേരള ടു ഡൽഹി പോവാം. അപ്പോൾ എയറിലെത്തി ഏതാണ്ട് മുംബൈയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് ഫ്ലൈറ്റിലെ കാറ്റലോഗ് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ സാധനം കഴിക്കാൻ വേണം, ഇന്ന വാച്ച് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഡെലിവറി തന്നു. ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ശൂന്യാകാശത്തിൽ മുംബൈയോ? മുംബൈയുടെ മുകളിലുള്ള ആകാശം അതായിരിക്കുമോ? അല്ലല്ലോ. എന്തായിരിക്കും? സിമ്പിൾ. ഈ ഫ്ലൈറ്റിലേക്ക് എവിടെ വെച്ചാണ് ഈ ഫുഡ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഈ വാച്ച് കയറ്റിയത്, ആ കയറ്റിയ പോയിന്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമാജിൻ ഇത് നമ്മുടെ ഫ്ലൈറ്റ്. ഓക്കെ, ഇത് നമ്മുടെ ഫ്ലൈറ്റ്. തൽക്കാലം ഇത് ഫ്ലൈറ്റ് ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫ്ലൈറ്റ് കേരളയിൽ നിന്ന് വിട്ടു, ഇങ്ങനെ പോയി, ഒന്ന് തമിഴ്നാട്ടിൽ സ്റ്റോപ്പ് ചെയ്ത്, ഒന്ന് മുംബൈയിലെത്തി, നമ്മളെ ഇറക്കി വിട്ടു. മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ ഡൽഹിയിൽ ഇറക്കി വിട്ടു. ഒന്ന് തമിഴ്നാട്ടിൽ സ്റ്റോപ്പ് ചെയ്തു. കേരളയിൽ വെച്ച് തന്നെ നമ്മുടെ വാച്ച് കേരളയിൽ വെച്ച് തന്നെ കയറ്റി. ഫുഡ് കയറ്റിയത് തമിഴ്നാട് വെച്ചാൽ, തമിഴ്നാടിനെ നിർത്തിയത് അതിന് വേണ്ടിയിട്ടാണ്, ഫുഡ് കയറ്റാനാണ് കയറ്റിയത്. നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വാച്ചും ഫുഡും മേടിച്ചത്. മനസ്സിലായോ? പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് അറിയാമോ? വാച്ചിനെ സംബന്ധിച്ച് കേരള, കാരണം കേരളയിൽ വെച്ചാൽ ഫ്ലൈറ്റിലേക്ക് വാച്ച് കയറ്റിയത്. ഫുഡിനെ സംബന്ധിച്ച് തമിഴ്നാട്, കാരണം തമിഴ്നാട് വെച്ചാ ഫുഡ് ഫ്ലൈറ്റിനകത്ത് കയറ്റിയത്. മനസ്സിലായോ? എവിടെ വെച്ചാണ് സാധനം കയറ്റുന്നത് അത്. അപ്പൊ ഞാൻ ഡൽഹിയുടെ മുകളിൽ വെച്ചോ, അല്ലെങ്കിൽ ബോംബെയുടെ മുകളിൽ വെച്ചോ, ഗുജറാത്തിന്റെ മുകളിൽ വെച്ചോ, എവിടെ നിന്ന് വെച്ച് മേടിച്ചതോ ആയിക്കോട്ടെ, എവിടെ നിന്നാണ് ഫ്ലൈറ്റിലേക്ക് ഈ സാധനം കയറ്റിയത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സപ്ലൈഡ് ഓൺ ബോർഡ് ആണെങ്കിൽ പ്ലേസസ് വെയർ ഗുഡ്സ് ആർ ടേക്കൺ ഓൺ ബോർഡ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. നമ്മുടെ ബുക്കിലേക്ക് നടക്കാം. മിസ്റ്റർ ജെയിൻ ബോർഡഡ് ട്രെയിൻ അറ്റ് കൊൽക്കട്ട ഫോർ ഡെസ്റ്റിനേഷൻ ഭോപ്പാൽ. കൊൽക്കട്ടയിൽ നിന്ന് ഭോപ്പാലിലേക്ക് ട്രെയിൻ കയറി. ഓക്കെ, ഹി ഈസ് ക്യാരിങ് സർട്ടൻ ഗുഡ്സ് വിത്ത് ഹിം ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഡ്യൂറിംഗ് ദ ജേർണി. ജാർഖണ്ഡ് എത്തിയപ്പോൾ ഹി സെൽസ് സർട്ടൻ ഗുഡ്സ്. ജാർഖണ്ഡ് എത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വിറ്റു. നൗ ഇൻ ദിസ് കേസ് ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി, ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? കോൽക്കട്ട. കാരണം കോൽക്കട്ടയിൽ നിന്നല്ല ട്രെയിനിൽ കയറിയത്, കോൽക്കട്ടയിൽ നിന്നല്ല സാധനം കയറ്റിയത്, അല്ലേ? ജാർഖണ്ഡ് എത്തി വിറ്റു, മധ്യപ്രദേശിലേക്ക് പോകേണ്ട വിഷയമില്ല. എവിടെ നിന്നാ സാധനം ട്രെയിനിൽ കയറ്റിയേ? കോൽക്കട്ടയിൽ വെച്ച്. സോ കോൽക്കട്ട വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ, ആസ് ദാറ്റ് ഇസ് ദ പ്ലേസ് വെയർ ഗുഡ്സ് ആർ ടേക്കൺ ഓൺ ബോർഡ്. മനസ്സിലായോ? സെക്ഷൻ 10 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ പഠിച്ച 10(1)A. എന്തായാലും 10(1)A വേർ ഗുഡ്സ് ഇൻവോൾവ് മൂവ്മെന്റ്, സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഓക്കെ, സെക്ഷൻ 10 പറയുകയാണെങ്കിൽ സെക്ഷൻ 10 പ്രോട്ടോകോൾ 10(1) ബ്ലാക്ക് പെൻ. ഓക്കെ, 10(1) കണ്ടത് ആദ്യം നമ്മൾ കണ്ടത് A കണ്ടു, വേർ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ എവിടെയാണ്? ഡെലിവറി ടെർമിനേറ്റ് ചെയ്യണ പോയിന്റ്. ഡെലിവറി ടെർമിനേറ്റ്, TMT എന്ന് ഞാൻ പറയുകയാണ്, ടെർമിനേഷൻ പോയിന്റ്. പിന്നെ 10(1)Bയിൽ എന്താ നമ്മൾ കണ്ടേ? 10(1)Bയിൽ നമ്മൾ കണ്ടു ബിൽ ടു ഷിപ്പ് മോഡൽ. ബില്ല് ചെയ്യുന്ന ഒരാൾക്ക്, ഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക്. അതിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? തേർഡ് പാർട്ടിയുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. കറക്റ്റ്. ഇനി 10(1)Cയിൽ നമ്മൾ എന്താ കണ്ടേ? വാട്ട് ഡിഡ് വി സീ ഇൻ 10(1)C? മൂവ്മെന്റ് ഇല്ല. ഗുഡ്സ് ആർ നോട്ട് മൂവിങ്. മൂവ്മെന്റ് ഇല്ല, അതായത് 1A ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ലൊക്കേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് എവിടെയാണോ അത്. ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ഡെലിവറി നടക്കുമ്പോൾ എവിടെയാണ് ഗുഡ്സ്, അത്. ഇനി 10(1)CA പുതിയവൻ, 10(1)CA അവിടെ എന്ത് കണ്ടു? ഓവർ ദി കൗണ്ടർ സെയിലും മേടിക്കുന്ന ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണും അവൻ തോന്നിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു.
ഓവർ ദി കൗണ്ടർ സെയിൽ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ മേടിക്കുന്നു. ഇവിടെ ഹൈലൈറ്റ് എന്തോ അൺരജിസ്റ്റേർഡ് പേഴ്സൺ മേടിക്കുന്നു എന്നുള്ളതാണ്. കാരണം രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് വിൽ ഫോളോ. അപ്പൊ അൺരജിസ്റ്റേർഡ് പേഴ്സൺ മേടിക്കുമ്പോൾ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഒന്നില്ലെങ്കിൽ അഡ്രസ് ഓൺ റെക്കോർഡ്, നമ്മൾ കൊടുത്ത അഡ്രസ്സ്. ഇനി അഡ്രസ് ഇല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ, നമ്മുടെ കൗണ്ടർ തന്നെ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്ട് 10(1)D കണ്ടു. അതെന്തായിരുന്നു? ഇൻസ്റ്റലേഷന്റെ കേസ് അല്ലെ, ഇൻസ്റ്റലേഷൻ, അസംബ്ലി, അതൊക്കെ വരണത്. അപ്പൊ ഏതാ? സൈറ്റ്, എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്, എവിടെ അസംബിൾ ചെയ്തത്, ആ സ്ഥലം. ആൻഡ് ഫൈനലി നമ്മൾ 10(1)E കണ്ടു. ഓൺ ബോർഡ്, ഫ്ലൈറ്റോ ട്രെയിനോ വല്ലതും കിട്ടുകയാണെങ്കിൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? പ്ലേസ് വെയർ ഗുഡ്സ് ആർ ലോഡഡ്. എപ്പോഴാണ് ടു ബോർഡ്? എവിടെ വെച്ചാണ് ഗുഡ്സ് നമ്മുടെ ബോർഡിലേക്ക് കയറ്റുന്നത്? തമിഴ്നാട് വെച്ചാണോ, കേരള വെച്ചാണോ, മധ്യപ്രദേശ് വെച്ചാണോ, ബോംബെ വെച്ചാണോ? എവിടെ നിന്നാണ് ഫ്ലൈറ്റിലേക്ക് അല്ലെങ്കിൽ ട്രെയിനിലേക്ക് ഗുഡ്സ് കയറുന്നത്? അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. എവിടെ വെച്ചാ വിൽപ്പന നടന്നതെന്നുള്ളതല്ല. ഓക്കെ. ഇപ്പൊ 10(1) മനസ്സിലായല്ലോ. 10(1) കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ 11. ഇപ്പൊ 10(1)(2) ഇല്ല, 10(2) ഇല്ല, വേസ്റ്റ് ആണ്. ഓക്കെ. 11 പറയുന്നത് ഇത്രേ ഉള്ളൂ. 2 ലൈനാണ് 11 പറയുന്നത്. 11ൽ വരുന്നത് ഇമ്പോർട്ടിന്റെ കേസും എക്സ്പോർട്ടിന്റെ കേസാണ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ദ പ്ലേസ് ഓഫ് സപ്ലൈ എന്താ? ലൊക്കേഷൻ ഓഫ് ഇമ്പോർട്ടർ. അപ്പൊ ഞാൻ അമേരിക്കയിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. എന്റെ ലൊക്കേഷൻ വരുന്നത്, എന്റെ അഡ്രസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ലൊക്കേഷൻ വരുന്നത് കേരളമാണ്, എറണാകുളമാണ്. പ്ലേസ് ഓഫ് സപ്ലൈ കേരള, എറണാകുളം. ഇനി എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകല്ലേ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ഇന്ത്യക്ക് പുറത്ത്. എങ്ങോട്ടാണ് പോണേ ആ സ്ഥലം? ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. അത്രയുള്ളൂ സംഗതി. സിമ്പിൾ, റൈറ്റ്? യെസ്. അതോടുകൂടെ ഗുഡ്സിന്റെ പരിപാടി തീർന്നു. അപ്പൊ 10 നമ്മൾ കണ്ടു. 10 കണ്ടിട്ട് 10(1) കണ്ടു. 10(2) ഒന്നും ഇല്ലാന്നോട്, പേരിന്റെ സെക്ഷൻ ആണെന്നോട് ഒന്നും ഇല്ലാന്നോടു. 11ൽ എ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടറിന്റെ ലൊക്കേഷൻ, ബി ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടറിന്റെ ലൊക്കേഷൻ അല്ല, ഇന്ത്യയുടെ പുറത്ത് എങ്ങോട്ടേക്കാണ് ഗുഡ്സ് വിട്ടത്. അതാണ് ഗുഡ്സിനെ സംബന്ധിച്ചുള്ള സെക്ഷൻ 10 and 11. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്ഷൻ സർവീസസിന്റെ ഏരിയ കാണാം. ഇത് കുറച്ച് വലുതാട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ഒരു 4 ഇരട്ടി ഉണ്ട് ഇവിടെ പഠിക്കാനായിട്ട്. കണ്ടോ, 14 സബ് പോയിന്റ്സ് ആണ്. കണ്ടോ, 14 സബ് സെക്ഷൻസ്. ഇവിടെ അതെ 10-11 ഉണ്ട്. കണ്ടോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ഇന്റൻസീവ് ആണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. പ്രോബ്ലി സർവീസസിനെ ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, അത്രയും മതി ഈ വീഡിയോന്. സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു ഇൻ അനദർ വൺ. അതിനു മുമ്പ്, if you liked this video, if you liked my class, please do show some love. Like or share or subscribe or comment or whatever it is. സ്നേഹം വാരി വിതറൂ. Tell your friends about the small channel. And I was like very happy. കഴിഞ്ഞ വാല്യൂ സപ്ലൈൻ്റെ ഞാൻ ഇട്ട വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ നല്ല റിസപ്ഷൻ കിട്ടിയപ്പോൾ I was like very happy. ഞാൻ GSTയുടെ പ്ലേലിസ്റ്റ് 2024 തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ I thought വാല്യൂ സപ്ലൈ, പ്ലേസ് സപ്ലൈയും ടൈം സപ്ലൈ മാത്രം ഇടാമെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. അപ്പോൾ ഈ 3 ഞാൻ തീർച്ചയായിട്ടും ഇട്ടുതരാം. സോ ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഷോ സം ലവ്, കമന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി കമന്റ്. ആ കമന്റ്സ് വായിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം വരുന്നത്. So right, athre madi. I'll see you in another one. Till then, tata, take care and goodbye. This is Nishant Rangnath signing off and wishing you the very best for your upcoming examinations. Bye-bye.